നമസ്തേ, മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീനിവാസൻ. അദ്ദേഹം ചെന്നൈ സ്വദേശിയാണ്. കഴിഞ്ഞ 40 വർഷമായി സ്വർണ്ണ വിപണന രംഗത്ത് ബിസിനസ് ക്യാൻവാസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം തൃശ്ശൂരിലെ ST ജ്വല്ലറി ഉടമ സുനിൽകുമാറുമായി ചേർന്ന് ദീർഘകാലം ബിസിനസ് നടത്തിയിരുന്നു. പക്ഷേ വാഗ്ദാനം ചെയ്ത പ്രതിഫലം നൽകാത്തതിനെ തുടർന്ന് തെറ്റിപ്പിരിഞ്ഞു പോവുകയായിരുന്നു. പിന്നീട് സുനിൽകുമാർ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളക്കേസിലെ പ്രധാന പ്രതി സതീഷ് കുമാറുമായും CPM പ്രാദേശിക നേതാവും തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ അനൂപ് ഡേവിസ് കാടയുമായും ചേർന്ന് ഇദ്ദേഹത്തിനെതിരെ പോലീസിനെ കൊണ്ട് കള്ളക്കേസുകൾ എടുപ്പിച്ചു. ജീവിതത്തിൻ്റെ അഭിശപ്ത നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് അദ്ദേഹം. കള്ളക്കേസുകൾ, മാനഹാനി, കോടതി കയറിയിറങ്ങുകയാണ്. ശ്രീനിവാസന് തുറന്നു പറയാനുണ്ട് പലതും. അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കുകയാണ് മറുപടി. ഈ ST ജ്വല്ലറി ഉടമ സുനിൽകുമാറിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? അവരുടെ അടുത്ത് ജോലി ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു, ഷൈനോ എന്ന്. അവനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. എത്ര വർഷമായിട്ട് പരിചയമുണ്ട്? 12 years. എന്തായിരുന്നു ഈ ഇടപാട് നിങ്ങൾ തമ്മിലുള്ള? അവരൊരു ഹോൾസെയിൽ മാനുഫാക്ചററാണ്. അവർ മാനുഫാക്ചറിങ് ചെയ്യുന്ന സാധനം പുറത്തേക്ക് സെയിൽ ചെയ്യണം. അപ്പോൾ എന്നൊക്കെ കുറേ സ്റ്റേറ്റിലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ആദ്യം അവർ ചോദിച്ചത് തിരുനെൽവേലി സറൗണ്ടിങ്സ് ചെയ്യാൻ പറ്റുമെന്ന്. പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തമ്മിലേക്ക് പ്രോഫിറ്റ് എങ്ങനെയാണെന്ന്. അപ്പം ഞങ്ങളുടെ സ്റ്റാഫ് നിങ്ങളോടൊപ്പം വരും, നിങ്ങൾ പോയിട്ട് ബിസിനസ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നിങ്ങളൊക്കെ കണക്കൊക്കെ നിങ്ങൾ നോക്കിയുള്ള നിങ്ങൾക്കുള്ള പ്രോഫിറ്റ് നിങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് 0.5% പറഞ്ഞ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതായത് കരുവന്നൂർ കേസിലെ പ്രധാന പ്രതി സതീഷിനെ എങ്ങനെയാണ് പരിചയം? ഇങ്ങനെ പരിചയമാണെങ്കിൽ അവർ ഓഫീസിലിരുന്ന് അവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പോവും. അപ്പോൾ എൻ്റെ മുൻപിൽ വെച്ചിട്ട് സതീഷിനോട് മുൻപിൽ എന്നോട് ചോദിക്കും, ആ മാർക്കറ്റിൽ എന്തായി, ഈ മാർക്കറ്റിൽ എന്തായി, അങ്ങനെയൊക്കെ ചോദിച്ചറിയും. അപ്പോൾ ഈ ആൾ ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പോൾ ഇവർ തമ്മിലേക്ക് സംസാരിച്ചു. അപ്പം നമ്മൾ ഒരു ഹോൾസെയിൽ യൂണിറ്റ് ഇടാം. ആൾ സെയിൽ ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ട്. സോ നമുക്ക് വേറെ ഒരു പുതിയ സാധനം പണിതാലോ. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ബോംബെയിലേക്ക് പോയി കുറേ സാധനം അവർക്ക് പർച്ചേസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് അത് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവിടേക്ക് ഇത്ര റേറ്റ് കുറഞ്ഞ പണിക്കൂലിയിലേക്ക് ഐറ്റം പണിയാൻ ആകുന്നപ്പോൾ നമ്മൾ ഇവിടെ തന്നെ അത് ചെയ്താൽ എന്താ എന്ന് അവരൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതിലെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് 1 കോടി രൂപയുടെ മെഷീനറീസ്. അപ്പോൾ സതീഷനും ഈ സുനിൽകുമാറുമായിട്ട് പാർട്ട്ണർഷിപ്പിലേക്ക് അതൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. എവിടെയൊക്കെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു? അതവർ കോയമ്പത്തൂരിലാണ് ആദ്യം. കോയമ്പത്തൂരിൽ ആദ്യം തൃശ്ശൂരിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇടാനായിട്ട് അവർ പ്ലാൻ ചെയ്ത് റെഡിയാക്കിയത് കോയമ്പത്തൂരിൽ. അവിടെ മാത്രം അത് സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും തുടങ്ങി. അതിലേക്ക് സതീഷിനോട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വിജീഷ്. അവനാണ് ആദ്യം ഈ ചെറിയ ആഭരണങ്ങൾ പണിത് അവർക്ക് കൊടുക്കുന്നത്, സ്റ്റഡ്, ജിമിക്കികളൊക്കെ. അപ്പോൾ ആൾക്ക് അതിലേക്ക് മാനുഫാക്ചറിങ് ഫീൽഡിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് വിജീഷിനെ കൊണ്ട് അത് റൺ ചെയ്യാമെന്ന് വിചാരിച്ച് മാനുഫാക്ചറിങ്ങിൽ വിജീഷും സെയിൽസ് ആയിട്ട് ഞാനുമായിട്ട് ചെയ്യാൻ അവർ ഒരു പ്ലാൻ ചെയ്തു. അതിനെക്കുറിച്ച് എന്നോട് കുറേ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഓക്കെ സാർ നമുക്ക് ചെയ്യാം. അപ്പം സതീഷിന് ഈ ST ജ്വല്ലറിയിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? പാർട്ട്ണർഷിപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സൈലൻറ്റ് പാർട്ട്ണർ തന്നെയാണ്. മെയിൻ അക്കൗണ്ട്സിൽ വഴിക്ക് പാർട്ട്ണറില്ല. ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്പർ 2ലാണ് ഇത് ബിസിനസ്സൊക്കെ അവർ ചെയ്തത്. നമ്പർ 2 അക്കൗണ്ടിലില്ല. ഒന്നും സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നില്ല. ഇല്ല, സ്ട്രൈറ്റിലില്ല. ഓക്കെ. അതുവഴി എത്ര പണം സമ്പാദിച്ച് കാണും അപ്രോക്സിമേറ്റ്ലി? അത് അങ്ങനെ പറയണമെങ്കിൽ
ഒരു മിനിമം എങ്കിലും ഒരു 100 കോടി രൂപ എങ്കിലും ഇതിലേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 100 കോടി രൂപ. 100 കോടി രൂപ. ഓക്കെ. അപ്പോൾ അതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് നേരത്തെ നിങ്ങളുമായിട്ട് ഒരു ഡീൽ പറഞ്ഞിരുന്നു? അതല്ല ഞാൻ പറഞ്ഞല്ലോ സാർ. ആ ബെനിഫിറ്റ് താങ്കൾക്ക് കിട്ടിയിട്ടില്ല. ഒരു നയ പൈസ കിട്ടിയില്ല. ആള് എനിക്ക് ചെലവിന് പൈസ കൊടുത്തു, അതല്ലാണ്ട് പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ തെറ്റുന്നത്. അവർ നമ്മൾ ഈ പറയുന്നപ്പോൾ തർക്കം ഉണ്ടായി അതിലേക്ക്. 12 കൊല്ലമായി എനിക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഒരു വിഷയവും പറഞ്ഞു, എൻ്റെ ഏജ് 59 ആണ്. പിന്നെ ഇതിന് മുകളിലേക്ക് എനിക്ക് കൂടുതൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. എൻ്റെ പ്രോഫിറ്റ് എനിക്ക് കൊടുത്ത് കണക്ക് തീർക്കുക. ഇനി ഞാൻ ചെയ്തു തരാം, നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ട് ചെയ്തോ അത്. പക്ഷേ ഞാൻ അധികം ചുറ്റാൻ പറ്റില്ല, എനിക്ക് എൻ്റെ പ്രോഫിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്ക് ദേഷ്യം വന്നു. ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആദ്യം താങ്കൾക്കെതിരെയാണോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? എൻ്റെ പേരിലാണ്. ഏത് വർഷം? ജനുവരി മാസം 7-ാം തീയതി 2023. 23-ൽ ഇവിടെ തൃശ്ശൂരിലാണോ? അല്ല, കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തത് തൃശ്ശൂരിലാണ്. എൻ്റെ അറസ്റ്റ് കാര്യം നടന്നത് ചെന്നൈയിലാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ടീം വന്നോ? പോലീസ്? തൃശ്ശൂർ ടീം വന്നു. കൂടെ ആരുണ്ടായിരുന്നു? അതിലേക്ക് 2 പാർട്ടായിട്ട് ഇത് നടന്നു. ജനുവരി 4-ാം തീയതി ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഈ തർക്കം സ്റ്റാർട്ടായത് നിങ്ങൾ തമ്മിൽ. ജനുവരി 4-ന്. പിന്നെ 5-ാം തീയതിയും തർക്കം തുടർന്നു. പിന്നെ അന്ന് ഈ സുനിൽ മാത്രം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സതീഷ് ഉണ്ടായിരുന്നോ? സതീഷ് ഉണ്ടായിരുന്നു. 2 പേരും ഉണ്ടായിരുന്നു. കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആരെ? അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ പറയാം സാർ. ഫസ്റ്റ് ടൈം ഈ ഉണ്ടായപ്പോൾ എൻ്റെ കാർ അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ കാറിന് വേണ്ടി ഞാൻ കേസ് കൊടുത്തു ACPയുടെ ആവടിയിലേക്ക്. അപ്പോൾ എന്നോട് സംസാരിച്ച് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ടീം വന്നു തൃശ്ശൂരിൽ നിന്ന്. അതിൽ സതീശൻ, അനൂപ് ദേവിസ്കാട, പിന്നെ സിദ്ദിഖിന് ഒരു വ്യാപാരി, പിന്നെ ബൈജു വക്കീൽ, പിന്നെ 2 ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ പേരെനിക്കറിയില്ല. ഇങ്ങനെ 5-6 ആൾക്കാരായിട്ട് അവർ വന്നു, ഇരുന്ന് സംസാരിച്ചു. ഞാൻ എൻ്റെ പെർസെൻറ്റേജുടെ കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, ആ കാര്യമൊക്കെ പറഞ്ഞു. അവർ ഈ കാർ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കോടതി വഴിക്ക് തീർക്കാൻ അവിടെ എഴുതി കൊടുത്തിട്ട് പോയി. അതിനുശേഷം 19-ാം തീയതി അവർ ഒരു പുതിയ ടീമായിട്ട് വന്നു. അന്ന് സുനിൽകുമാറും സതീശനും പിന്നെ ബൈജുവും 4 ആളും കൂടി വന്നു. അവർ ഒരു ടീമായിരുന്നു. പിന്നെ ഒരു 5-6 പോലീസുകാർ വന്നു. അവർ വന്നിരുന്ന് എന്നെ അറസ്റ്റ് ചെയ്തു. അത് മുഴുവനും ഫുൾ ഡേ അവിടെ ACP ഓഫീസിലേക്ക് വെച്ച് കുറേ സംസാരിച്ചു. ഉമേഷ് എന്ന് ചൊല്ലുന്ന ഒരു പറയുന്ന ആളാണ്, ആൾ സബ് ഇൻസ്പെക്ടറാണ്. പിന്നെ ഒരു ASI ശശിയാണ്, ഇവർ പേര് തന്നെ എനിക്കറിയാം. വേറെ 3-4 ആൾക്കാരുണ്ടായിരുന്നു അതിലേക്ക്. അപ്പോൾ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു താങ്കൾ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പറയാം എന്ന് പറഞ്ഞത്. അതിലുള്ള ഈ FIR കൂടി മലയാളത്തിലാണ്. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ഈ മലയാളം ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് കൂടി ഈ വരുന്ന ഈ വന്നു പോകുന്ന ഈ എക്സ്പീരിയൻസിലേക്ക് ഞാൻ പഠിച്ചിട്ടുള്ള മലയാളം. അതിൽ കുറച്ച് തെറ്റുകളുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു? ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ 19-ാം തീയതി അറസ്റ്റ് ചെയ്തു, 20-ാം തീയതി ഇവിടെ എത്തിച്ചു. 20-ാം തീയതി ഇവിടെ എത്തിച്ച ശേഷം ഞങ്ങൾ 12 മണിക്ക് എത്തി. ഉച്ചയ്ക്ക് എത്തിയ ശേഷം എന്നെ അവർ ലാൽകുമാർ CI അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവർ പേടിപ്പിക്കലും ഭീഷണികളും തുടങ്ങിയവർ. ഈ സുനിൽകുമാർ പറയുന്നത് പോലെ നീ കേട്ടിട്ടില്ലെങ്കിൽ നിൻ്റെ പേരിലേക്ക് 5 കേസിടും, എല്ലാ സ്റ്റേറ്റിലെയും നിൻ്റെ കേസിടും, നീ എവിടെയും പോകാൻ പറ്റില്ല, നിൻ്റെ മോനെയും കൂടി എന്നെ അറസ്റ്റ് ചെയ്യും വേറെ കേസിലേക്ക്, നീ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നാം പേടിച്ചു പോയി. അന്നത്തെ ദിവസം മുഴുവനും ഇരുന്ന് സുനിൽകുമാർ പറയുന്നത് പോലെ ചെയ്തോ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിസിനസ് അങ്ങനെ വെറുതെ ഞാൻ എന്തിനു കൊടുക്കണമെന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അവരധികമൊന്നും കേട്ടിട്ടില്ല. അന്നത്തെ മുഴുവനും ദിവസം വെച്ചിട്ട് നൈറ്റ് 8 മണിക്ക് തന്നെ അവർ റിമാൻഡ് ചെയ്തു. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ പോവേണ്ടി വരുന്നുണ്ട്, എനിക്കൊരു 2 സെറ്റ് ഡ്രസ്സ് വെച്ചോളൂ. അവൾ കരഞ്ഞിട്ട് ഞാൻ എപ്പോഴും കൊണ്ടുപോകുന്ന ബാഗിലേക്ക് ഡ്രസ്സ് വെച്ച് കൊടുത്തു.
അതിലേക്ക് 450 ഗ്രാം സ്വർണം 52 ചെയിൻ എൻ്റെ ചെയിൻ ഉണ്ടായിരുന്നു. അത് ഇവരും യാരും പരിശോധിച്ചിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ കൊണ്ട് തൃശ്ശൂർ പോയി. അപ്പോൾ തൃശ്ശൂരിലേക്ക് പോയപ്പോൾ അവിടെയും ഒന്നും ഇതേക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ സംസാരങ്ങൾ തന്നെ നടക്കാറായിരുന്നു. പിന്നെ അന്ന് നൈറ്റ് എന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് ആക്കിയപ്പോൾ ജയിലിലിരുന്ന പോലീസുകാർ എന്നോട് എവിടെയാണ് റിമാൻഡ് ചെയ്തത്? വിയ്യൂരിലേക്കുള്ള ഒരു ജയിലാണ് സാർ. അത് സബ് ജയിലാണോ ജില്ലാ ജയിലോ അത് എനിക്കറിയില്ല. ആ ജയിലിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പോൾ എന്നോട് ബാഗൊക്കെ പരിശോധിച്ചു. അതിലേക്ക് ഈ ചെയിൻ കിട്ടി ജയിലിനകത്ത്. അപ്പോൾ അവർ ജയിലിനകത്ത് ഗേറ്റിന് മുൻപ് അവർ ചെക്കിങ് ചെയ്തു. അപ്പോൾ ഈ ചെയിനൊക്കെ എങ്ങനെ കിട്ടി നിങ്ങൾക്കെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചെയിനാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതോടെ ബിൽസൊക്കെ ഉണ്ടാന്ന് ചോദിച്ചു. ബിൽസ് ഉണ്ട് സാർ, അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 12 ദിവസം കഴിച്ച് ഞാൻ ബെയിലിൽ എനിക്ക് കിട്ടിയിട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ അവരതിനൊക്കെ തിരിച്ചു കൊടുത്തു. അവർ തിരിച്ചു തന്നു താങ്കൾക്ക്? ഈ ജയിലിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അവർ സേഫ്റ്റിലേക്ക് വെച്ചു. തിരിച്ചു പോകുന്നപ്പോൾ എനിക്കത് ഐറ്റംസൊക്കെ 12 ദിവസം ജയിലിൽ കിടന്നു. അതിനുശേഷം താങ്കൾ പുറത്തിറങ്ങി. പിന്നെ ഈ 12 ദിവസത്തിലേക്ക് ആദ്യം 20-ാം തീയതി പോയി. ഒരു 23-ാം തീയതി ആ ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ 3 ദിവസം കഴിഞ്ഞ് അവർ കസ്റ്റഡി എടുത്തു പോലീസ്. എന്നെ കസ്റ്റഡി എടുത്ത് എന്നെ ബാംഗ്ലൂർ കൊണ്ടുപോയി. ബാംഗ്ലൂർ കൊണ്ടുപോയത് ഒരു 6 പോലീസുകാരുണ്ടായിരുന്നു. ആ വണ്ടി സതീശനോടെയാണ്, വൈറ്റ് ഇന്നോവയാണ്. അപ്പോൾ അതിലേക്ക് വണ്ടി ഓടിച്ചത് സുനിൽ കുമാറോടെ ഡ്രൈവറാണ്. പക്ഷെ ആൾ ഫയറിലാണ് ജോലി ചെയ്യുന്ന ആൾ. ആളുടെ പേര് സന്തോഷ് കുട്ടിയാണ്. ഫയർഫോഴ്സിലേക്ക് ജോലി ചെയ്യുന്ന ആളാണ്. എക്സ് മിലിറ്ററി മാനാണ്. പക്ഷേ ഇവരുടെ അടുത്തേക്ക് പാർട്ട് ടൈം ആയിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും. ആളാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ എൻ്റെ പേരിലേക്ക് ഉള്ളത് 1960 ഗ്രാമിൻ്റെ കേസാണ്. ആ സ്വർണം നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങളെ വിടും, അല്ലെങ്കിൽ ജയിലിൽ തന്നെ നീ മരിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഈ കോടതി എന്താ, കേസ് എന്താണ്, ഇതൊന്നും ഞാൻ അറിയാത്തപ്പോൾ ഞാൻ പേടിച്ചിട്ട് അന്ന് നൈറ്റ് മുഴുവനും ഞാൻ കരഞ്ഞു. പിന്നെ അവർ എനിക്ക് ഫോൺ കൊടുത്തു, വീട്ടിൽ വിളിച്ച് പറയാം. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, ഇതുപോലെ സംഭവമുണ്ട്. നമ്മുടെ കടയിലുള്ള സ്റ്റോക്കും വീട്ടിലെ എൻ്റെ കുട്ടിക്ക് വേണ്ടി വെച്ചിരുന്ന സ്വർണവും എൻ്റെ ഭാര്യയുടെ സ്വർണവും എല്ലാം എടുത്ത് അവർ പറഞ്ഞ 1960 ഗ്രാം അവർക്ക് റിക്കവറി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ വീട്ടിലേക്ക് കടക്കി എന്നെ കൊണ്ടുവന്നു. നെക്സ്റ്റ് അന്നത്തെ നൈറ്റ് നിങ്ങൾ അവിടെ താമസിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ടിഫനൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾ ചെന്നൈക്ക് എത്തി. ചെന്നൈ എത്തിയപ്പോൾ ഒരു 7:30-8 മണിയായി. അപ്പോൾ 8 മണിക്ക് ഈ നിങ്ങൾ ഈ റിക്കവറി അവർക്ക് എടുത്ത സ്വർണം ഒക്കെ എടുത്തിട്ട് 9-9:30 എന്നെ തിരിച്ചു കൊണ്ടുപോയി. ഭക്ഷണം കഴിച്ചിട്ട് അന്ന് നൈറ്റ് ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 8 o'clock ഇവിടെ തൃശ്ശൂർ എത്തി. തൃശ്ശൂർ എത്തിയിട്ട് അന്നത്തെ ദിവസം ഞാൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അന്നത്തെ ഈവനിങ് ഉച്ചശേഷം അവരെന്നെ ഒരു ജഡ്ജ് അന്നിൽ എന്തോ മുടക്കായിരുന്നു, അത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നെ കൊണ്ടുപോയി അവിടെ അവരുടെ ഒരു ജഡ്ജിയുടെ വീട്ടിലേക്ക് മുൻപ് ഹാജരാക്കി എന്നെ ജയിലിലേക്ക് തിരിച്ചു വിട്ടു. പിന്നെ 2 ദിവസം ഞാൻ തിരിച്ച് ജയിലിലിരുന്നു. 3-ാമത്തെ ദിവസം എനിക്ക് ബെയിൽ കിട്ടി. ബെയിൽ കിട്ടിയിട്ട് 6 മണിക്ക് എനിക്ക് ബെയിൽ കിട്ടിയത്. ബെയിൽ കിട്ടി ഞാൻ പുറത്ത് വരുന്നപ്പോൾ എനിക്ക് അവരുടെ കസ്റ്റഡിയിൽ വെച്ചിരുന്ന ഈ 450 ഗ്രാം സ്വർണം എനിക്ക് അവർ തിരിച്ചു കൊടുത്തു. ഈ 450 ഗ്രാം സ്വർണം ഞാൻ തിരിച്ച് മേടിച്ചിട്ട് എൻ്റെ വക്കീൽ ആനന്ദിന് ചെന്നൈയിലുള്ള ആളാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു ദിവസം മുൻപ് തന്നെ വന്ന് 30-ാം തീയതി ഇപ്പോൾ എനിക്ക് ബെയിൽ കിട്ടുന്നവർക്ക് ഉറപ്പ് കിട്ടിയപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ ലാഡ്ജിൽ സ്റ്റേ ചെയ്തിരുന്നു. എന്നെ കൊണ്ടുപോകാനായിട്ട് അവർ വന്നു. എനിക്ക് ബെയിലെടുത്ത് കൊടുത്ത ആളോടെ അസിസ്റ്റൻ്റാണ് കാർ ഓടിച്ച് വന്നത്. ആളുടെ പേരെനിക്കറിയില്ല. അപ്പോൾ ആ കാറിലേക്ക് നിങ്ങൾ കയറി. വിയ്യൂർ ജയിലിലിருந்து കുറച്ച് ദൂരം നിങ്ങൾ പോയപ്പോൾ ഒരു ഇന്നോവ വന്നു. ആ ഇന്നോവയിലേക്ക് അവരുടെ മാനേജറായിട്ട് അവിടെ STയിലേക്ക് ജോലി ചെയ്യുന്ന സനീഷിനുള്ള ചെക്കൻ. അവൻ ഈ സുനിൽ കുമാറോടെ സിസ്റ്ററോടെ മോനാണ്. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു, കാറിലേക്ക് വന്നതായിരിക്കും, സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കയറി.
അവരുടെ ഭീഷണികൾ തുടങ്ങി. ഈ സ്വർണ്ണം നീ കൊണ്ടുപോകണ്ടില്ല, അത് എടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ കൊടുക്കണമെന്ന് ഞാൻ ചോദിച്ചു. അത് നീ കൊടുക്കില്ലെങ്കിൽ നീ പോവില്ല, അത് കൊടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. ഇതൊരു നെക്സസ് ആണ് അല്ലേ? ഇത് ഒരു സുനിൽകുമാർ, സതീശൻ, അനൂപ് ഡേവിസ് കാട, ഇവരൊക്കെ ഇതിലേക്ക് കളിക്കുന്നവരാണ്. ലാൽകുമാർ ഇതിലേക്ക് എല്ലാവരും ഉണ്ട്. ഇതിലേക്ക് വക്കീലുണ്ട്, ഇതിലേക്ക് പോലീസുണ്ട്, ഇതിലേക്ക് പൊളിറ്റീഷ്യൻ ഉണ്ട്, ഇതിലേക്ക് സതീഷ് പോലെ ഗുണ്ടായിസമുണ്ട്, ഇവർ എസ് ടി ജ്വല്ലറിക്കാരുടെ പൈസക്കാരുണ്ട്. അപ്പോൾ ഇത്ര പേര് ഒന്നിട്ട് കളിക്കുന്നപ്പോൾ എന്നെപ്പോലെ ഞാൻ ഇവിടുത്തെ ലോക്കൽ പേഴ്സൺ അല്ല, ഞാൻ തമിഴ്നാട്ടിൽ ജീവിക്കുന്നവനാണ്. എനിക്ക് എന്ത് ചെയ്തിട്ട് ഇവർക്കെതിരെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും? അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഉള്ള കുറേ ആൾക്കാർ വന്നു. സിദ്ദിഖിന് ഒരു വ്യാപാരി വന്നു. ആൾ നല്ല മനുഷ്യനാണ്. എന്നോട് പറഞ്ഞു, നിങ്ങളോട് ഒന്നും പേടിക്കേണ്ട, ഇതൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചിട്ട് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അവരെ ഞാൻ വിശ്വസിച്ചു. എനിക്ക് വക്കീലെ അറേഞ്ച് ചെയ്യുന്നതും ഈ കോടതിയിലേക്കുള്ള കേസുകൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും അവരാണ് എനിക്ക് ചെയ്തത്. പിന്നെ അവരെ ഒരു ദിവസം എന്നെ വിളിച്ചു, ശ്രീനിവാസൻ നിങ്ങൾ വന്നോ, നിങ്ങൾ ഒരു കോംപ്രമൈസ് മീറ്റിംഗ് വയ്ക്കുന്നുണ്ട്, അന്ന് നിങ്ങളിവിടെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഈ കേസിൽ നിന്ന് നിങ്ങൾ പുറത്താക്കാം, നിങ്ങൾക്കൊരു മനസ്സമാധാനമായിട്ടുള്ള ലൈഫ് ഇനി നിങ്ങൾക്ക് ജീവിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാൻ വരാം സാർ. ഞാൻ നെക്സ്റ്റ് ഡേ അവരുടെ ഫ്ലാറ്റിലേക്ക് വന്നു. അവരെന്നെ കൊണ്ട് അവരുടെ ഫ്രണ്ട് ഒരാൾ സുധീറിനുണ്ട്, അവരുടെ കാറിലെയാണ് ഞാൻ ഏറിയിട്ട്, സാർ എവിടെയാണ് മീറ്റിംഗ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്കും കൂടി അറിയില്ല, അവർ പൂങ്കുന്നത്തിലേക്ക് ഒരു വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്ന് എത്തിയിട്ട് ആ വീട്ടിലേക്ക് ഉള്ളിലേക്ക് പോയപ്പോഴാണ് അറിഞ്ഞത് അത് ഗ്യാസ് ഏജൻസി നടത്തുന്ന പ്രേംലാലയുടെ വീടാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചു. അവിടേക്ക് അവിടേക്ക് ഇവർ സതീശൻ, സുനിൽകുമാർ, അനൂപ് ഡേവിസ് കാട, സിദ്ദിഖ്, സുധീർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഇതിലേക്ക് സംസാരിച്ചത് സതീശനും അനൂപ് ഡേവിസ് കാടയാണ്. അപ്പോൾ ഇവർ തന്നെ സംസാരിച്ചിട്ട്, നീ ഇനി ഒരു 5 കിലോ കൊടുത്തില്ലെങ്കിൽ നീ ജീവിക്കാൻ പറ്റില്ല, ഈ 5 കിലോ അവർക്ക് നീ കൊടുത്തേ പറ്റൂ. ആര് പറഞ്ഞു? അനൂപ് ഡേവിസ് കാടയും സതീഷനും. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട് ഈ സുനിൽകുമാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒരു ബിസിനസ് മാനായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ വിശ്വസിച്ച് ഞാൻ വന്നത്, പക്ഷേ നിങ്ങൾ എന്നെ ഇതുപോലെയൊക്കെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് എന്തെങ്കിലും നീ പറഞ്ഞോ, ഇത് കൊടുത്താൽ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ ഒരു ഡോക്യുമെൻ്റ് ഗുണ്ടായിസം നിങ്ങൾ ഒരു ഡോക്യുമെൻ്റ് റെഡിയാക്കും, അതിലേക്ക് നിങ്ങൾ ഒപ്പിടണം എന്ന് പറഞ്ഞു. എനിക്ക് വേറെ രക്ഷയില്ല. ഓക്കെ സാർ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കേണ്ട സ്ഥിതിയിലാണ്. ചെയ്യാം. ഫിസിക്കലി ഹറാസ് ചെയ്തോ? ഫിസിക്കലി അല്ല, മെൻ്റലി ഹറാസ് ചെയ്തു. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായിട്ടും ഈ ഡോക്യുമെൻ്റ് റെഡി ആക്കാനായിട്ടും ഒരു 1 hour അവർ ബ്രേക്ക് എടുത്തു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് അവരൊക്കെ നോൺ വെജ് കഴിക്കാനായിട്ട് പോയി. പിന്നെ അവർ തമ്മിൽ സംസാരിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവർ തനിച്ച് വിട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ഇവിടെ ഇരുന്നാലുള്ള പ്രശ്നം, നമുക്ക് പോവാന്ന്. ഞാൻ എൻ്റെ ബാഗ് എടുത്തു, അവരെ ഫോണിലേക്ക് വിളിച്ച് എൻ്റെ സിദ്ദിഖിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇതുപോലെ നടക്കുന്നു വിശ്വസിച്ച് വന്നിട്ടില്ല, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചു? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുപോലെ നടക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണോ? അല്ല സാർ, ഞാൻ പോവാം, എൻ്റെ മനസ്സ് കേൾക്കുന്നില്ല. ഇത് 5 കിലോ എന്ന് പറയുന്നത് എളുപ്പമുള്ള പൈസ ഇല്ല. അത് എനിക്ക് പറ്റില്ല. ഒന്ന് ഞാൻ മരിക്കണം, ഇത് തന്നെ എനിക്ക് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ അത് ദൈവം എന്ത് തീരുമാനിക്കട്ടെ, ഞാൻ പോവാണ്. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ നെക്സ്റ്റ് ഡേ അവരെ വിളിച്ച് തിരിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോഴും എനിക്ക് ഒന്നും ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും അവർ നിങ്ങളുടെ പേരിലേക്ക് ആക്ഷൻ എടുക്കും, നിങ്ങളതിന് തയ്യാറായിട്ടിരുന്നോ? അവർ കാടയും സതീഷനും അത്രയ്ക്ക് പവർഫുള്ളാണ്, ആൾക്കാരാണ്. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ആൾക്കാരാണെന്ന് പറഞ്ഞോ? പാർട്ടിയോടെ തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പാർട്ടിയുടെ ബലം ഉണ്ടെന്ന് അവരെ എനിക്ക് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട്
നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പോകുന്നു? തൃശ്ശൂരിൽ നിന്ന് പോയി. അതിനുശേഷം എങ്ങനെ ബന്ധപ്പെട്ടു? അങ്ങനെ പോയിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഭീഷണിപ്പെടുത്തൽ തന്നെ. അതന്നെ ഇത് പറഞ്ഞു ഇവിടെ. അതിനുശേഷം ഇവര് പേരിലേക്ക് EDയുടെ ആക്ഷനൊക്കെ വന്നപ്പോൾ ഈ ഫോൺ വിളിയൊക്കെ നിന്നു. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ സ്വർണമൊക്കെ കോടതിക്ക് എത്തിക്കണമെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി. അത് ഇവർ സുപ്രീം കോടതിക്ക് പോയി സ്റ്റേ മേടിച്ചു. അതിലേക്ക് അവർ വച്ചിട്ടുള്ള വക്കീൽ സിദ്ധാർത്ഥ ദവെയാണ്. ഇവിടെ ഹൈക്കോടതിക്ക് വെച്ചിട്ടുള്ള വക്കീൽ രാമൻ പിള്ളയാണ്. അത്രയ്ക്ക് പുറത്തായിട്ടുള്ള ഒരാളേ ഇല്ല. അത്ര വലിയ വലിയ വക്കീലാണ് വെച്ച് ഇവർ കേസ് നടത്തുന്നത്. ഇതൊക്കെ നടക്കുന്നപ്പോൾ തന്നെ എൻ്റെ പേരിലേക്ക് ഇനി ഒരു പുതിയ കേസ് ചെന്നൈയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ വൈഫ് പേരിലേക്കും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അത് 2 ഡേയ്സ് അലിഗേഷന് അവർ ഒന്നും പറയുന്നില്ല. ഇപ്പം എന്നെ 2 ഡേയ്സ് ആയിട്ടുള്ളത് അത്. അപ്പോൾ ഇന്നലെയും കൂടി ഒരു സംബന്ധം വന്നു എനിക്ക്. എൻ്റെ വൈഫ് ഹൗസ് വൈഫാണ്. അവൾക്ക് ഒരു വിഷയമോ അറിയില്ല. അപ്പോൾ അവളുടെ പേരിലേയും കേസ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേരിലേയും കേസ് കൊടുത്തിട്ടുണ്ട്. സെയിം അലിഗേഷൻ തന്നെയാണ്. അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവരുടെ അടുത്തേക്ക് ഞാൻ തെഫ്റ്റ് ചെയ്തു. എങ്ങനെ തെഫ്റ്റ് ചെയ്യാനോ? നമ്മളൊക്കെ കള്ളനാണോ അവരുടെ അടുത്തേക്ക് തെഫ്റ്റ് ചെയ്യാനായിട്ട്? അപ്പോൾ അങ്ങനെയാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഭീഷണികളും ഇതും നടക്കുന്നത്. ഒരു മനസ്സമാധാനമായിട്ട് നിങ്ങൾ ജീവിച്ച് ഒരു കൊല്ലത്തിന് മുകളിലായി. ഒറ്റ കാര്യം തെറ്റാണ് ഞാൻ ചെയ്തത്. ഈ ആൾക്ക് ഇത്ര ബിസിനസ്സും കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തതാണ്. ഞാൻ ചെയ്ത ഒരേ തെറ്റ്. വേറെ ഒന്നും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാ കഷ്ടങ്ങളെയും ഞാൻ അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഞാൻ ഇപ്പോൾ ജീവിച്ച് പോകുന്നത് എൻ്റെ ലൈഫ്. ഈ കരുവന്നൂർ ബാങ്ക് സ്കാം അതിനെക്കുറിച്ച് അറിയാമോ? അവിടെ നിന്ന് അടിച്ചു മാറ്റിയ പണം ഈ സതീഷ് ഇതിൽ സതീഷ് കുറേ പൈസ ഈ സുനിൽ കുമാറായിട്ട് ഡീലിങ്സ് ഉണ്ട്. ഒരു ദിവസത്തിലേക്ക് മോർണിംഗ് ഒരു 2 hours അവിടെ വന്നിരിക്കും. അത് സ്ഥിരം വരുന്നതാണ്. ഇപ്പോൾ ഇവർ കുറേ കടകൾ തുടങ്ങി. പുതിയതായിട്ട് കട്ടപ്പനയിലേക്ക് ഒരു കട തുടങ്ങി. അതിൽ ഇവരുടെ കുറേ പൈസ അതിലേക്കുണ്ട്. ഇതൊക്കെ അക്കൗണ്ടിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ED അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്. അപ്പോൾ കുറേ ഈ ആളെ ഒരു 2020 തൊട്ട് ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ കാണുന്നതാണ്. അപ്പോൾ ഈ കൊറോണ സമയത്തിന് ശേഷം തന്നെയാണ് ഇവരുടെ ബന്ധങ്ങൾ കൂടിയത്. അപ്പോൾ കുറേ പൈസ ഇവരോട് തമ്മിൽ ഡീലിങ്സ് ഉണ്ട്. പിന്നെ പൊൻകുന്നത്തിലേക്ക് ഇവർ ഒരു കട പണിതു. പിന്നെ ഈ ED കേസൊക്കെ വന്നപ്പോൾ അതവർ അടിച്ചു പൊഴിച്ചു. അതിലൊന്നും കട തുടങ്ങിയിട്ടില്ല. പിന്നെ കോയമ്പത്തൂരിൽ നാം പറഞ്ഞ ഒരു ഫാക്ടറി ഇട്ടു. അതും റൺ ചെയ്തിട്ടില്ല. പക്ഷേ അറ്റ് പ്രസൻറ്റ് റൺ ചെയ്യുന്ന ബിസിനസ്സിലെയും സതീഷിനോട് കുറേ പൈസയുണ്ട്. അതൊക്കെ അക്കൗണ്ടിലെയാണ്. ഇവർ 1 കോടി എന്ന് പറയുന്നത് അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ള പൈസയാണ്. അക്കൗണ്ടിൽ ഇല്ലാത്ത പൈസയാണ് കുറേ പൈസ. കരുവന്നൂർ ബാങ്കുമായിട്ട് എന്താണ് എനിക്കറിയില്ല. പക്ഷേ സതീഷിനോട് കയ്യിലെ പൈസ വരണമെങ്കിൽ അത് ബാങ്ക് സ്കാം അല്ലാണ്ട് അവൻ ഒരു ബിസിനസ്സുകാരനൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ നമ്മൾ ന്യൂസ് നോക്കുന്നപ്പോഴാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിലേക്ക് ക്രൈമും ഉണ്ട് ഈ ബിസിനസ്സിലേക്കുള്ള. ഇതുവരെ അത് ആ രീതിയിലേക്ക് ഇവരെ കണ്ടിട്ടേ ഇല്ല. സതീശൻ ഇങ്ങനെ ഒരാളെന്നൊന്നും വിചാരിച്ചിട്ടില്ല. സതീശനോട് അപ്പോൾ അതുപോലെ ഒരാളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് വയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഈ ആളുടെ മെൻറ്റാലിറ്റി എങ്ങനെയായിരിക്കും? സെയിം അതേ മെൻറ്റാലിറ്റിയാണ്, ക്രിമിനൽ മെൻറ്റാലിറ്റി. അങ്ങനെയാണ് ഇവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. EDയോട് ഇതൊക്കെ തുറന്നു പറയാൻ തയ്യാറാണോ താങ്കൾ? തയ്യാറാണ്. ഇതെല്ലാം ഇല്ലീഗൽ ആണ് അല്ലേ ഈ ട്രാൻസാക്ഷൻ? ഇവർ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള പൈസയിലേക്ക് 99.99% അക്കൗണ്ടിലെയാണ് പൈസ ഉണ്ടാക്കി. ഒന്നും വേണ്ട സാർ, അവരുടെ 20 years ബാക്ക് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ്, അതിനുശേഷം 10 കൊല്ലം മുൻപ് അവരുടെ സ്റ്റേറ്റസ് എന്താണ്, ഇന്നത്തെ സ്റ്റേറ്റസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ ആരൊക്കെയും മനസ്സിലാവും. അത് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് എങ്ങനെ പൈസ ഉണ്ടാക്കാം? ഇവർ ഉണ്ടാക്കിയിട്ടുള്ള പൈസ ഒക്കെ ഈ ടാക്സ് അടയ്ക്കാതെ, ഇൻകം ടാക്സ് അടയ്ക്കാതെ, സെയിൽസ് ടാക്സ് അടയ്ക്കാതെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പൈസയാണ്. അത് ആർക്കും അറിയാം. ഇപ്പം ഈ അനൂപ് ഡേവിസ് കാടയും ഇതിലൊരു പ്രധാന റോളുണ്ടല്ലേ, ഒരു സെറ്റിൽമെന്റിന്റെ പറഞ്ഞല്ലോ സാർ, ഇവർ പോളിറ്റിക്സിൽ യൂസ് ചെയ്യുന്നത് സെറ്റിൽമെന്റുമായിട്ട് വന്നു, എന്നിട്ടും താങ്കളെ ചതിച്ചു.
ഈ അനൂപ് ഡേവിസ് കാടയ്ക്ക് അവർ ഈ കേസിലൊക്കെ ഈ എന്നെ കൊണ്ട് അവർ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചോ അതൊക്കെ ചെയ്യണമെങ്കിൽ അവർ പൈസ ചോദിച്ചു. 50 lakhs അവർക്ക് കൊടുത്തു. ഈ അനൂപ് ഡേവിസ് കാടയ്ക്ക് 50 ലക്ഷം രൂപ 50 ലക്ഷം രൂപ കൊടുത്തു. എവിടെ വെച്ച് കൊടുത്തു? അത് അവരുടെ ഡ്രൈവർ വഴിക്ക് തന്നെ. ഈ സതീശൻ തന്നെ ഈ പൈസയോടെ ഡീലിങ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് പ്രേംലാലും അതിലേക്ക് ഉണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ പൈസ ഡേവിസ് കാടയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് സതീശൻ കുറേ പൈസ അടിച്ചിട്ടുണ്ട്, ലാൽകുമാറിന് കുറേ പൈസ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരു എവിഡൻസും ഇല്ലാത്ത കേസ് എങ്ങനെ രജിസ്റ്റർ ആവും സാർ? 24-ാം തീയതി ഇവർ കൊടുത്തിട്ടുള്ള കേസ് 24-ാം തീയതി അവർ കയ്യിൽ നിന്ന് ഞാൻ 2 കിലോ സ്വർണം മേടിച്ചു, അത് നാം തിരിച്ചു കൊടുത്തിട്ടില്ല, ചീറ്റിംഗ് ചെയ്തു. എത്ര ദിവസത്തിലേക്ക്? 24-ാം തീയതി മേടിച്ചു, 7-ാം തീയതി എൻ്റെ പേരിലേക്ക് FIR. നിങ്ങൾ തന്നെ 24-ാം തീയതി എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് 10 ദിവസത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാമെന്ന്. 10 ദിവസത്തിലേക്ക് ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പേരിലേക്ക് FIR ഇടുമോ സാർ? ആദ്യം എന്നെ വിളിച്ച് ചോദിക്കും എന്തിനു വേണ്ടി ഡിലേ എന്ന്. പിന്നെ കുറേ പ്രാവശ്യം ചോദിക്കും. അപ്പോഴും ഞാൻ കറക്റ്റ് റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് പരാതി കൊടുക്കും. പോലീസും എന്നെ വിളിച്ച് ചോദിക്കും. അപ്പോൾ പോലീസിന് ബോധ്യപ്പെടുന്നപ്പോൾ അവർ കേസിടും. കേസിട്ടാലും അത് കോടതിക്ക് പോകും. ഇതിങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. 24-ാം തീയതി കൊണ്ടുപോയി, 7-ാം തീയതി FIR ഇട്ടു, 19-ാം തീയതി അറസ്റ്റ് ചെയ്തു. പിന്നെ 28-ാം തീയതി റിക്കവറി എടുത്തു, 3-ാം തീയതി അവർ സ്വർണം കൊണ്ടുപോയി. ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലല്ലോ സാർ. അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വമായിട്ട് ഒരു കള്ളക്കേസ് ഇടണമെന്ന് ഇട്ടതാണ്. പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ. ഇവർ ബിസിനസ് ചെയ്യുന്ന പരിപാടി ഇത് ഒരു നോർമൽ ബിസിനസ്മാൻ ചെയ്യുന്ന കാര്യമല്ല. ഞാൻ തിരിച്ച് പറഞ്ഞല്ലോ സാർ, ഗുണ്ടായിസം, പോലീസ് സപ്പോർട്ട്, പോളിറ്റിക്സോടെ സപ്പോർട്ട്, പിന്നെ പൈസയോടെ ബലം, പിന്നെ വക്കീൽ, ഇത്ര കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്നത്. അപ്പോൾ സത്യം എന്തായാലും പുറത്തു വരും, ഉറപ്പായിട്ട് വരും. ആ പ്രതീക്ഷയുണ്ട്. അല്ല സാർ, ഇപ്പം നെരുപ്പിനെ നിങ്ങൾ മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ സാർ. കുറച്ച് സമയത്തേക്ക് വേണമെങ്കിൽ നെരുപ്പ് നമുക്ക് മൂടി വയ്ക്കാം, അത് എന്തായാലും പൊന്തി പുറത്ത് വരും. സത്യമോ അതുപോലെ തന്നെയാണ്. അവർ ചെയ്തിട്ടുള്ള തെറ്റ് കാര്യങ്ങൾ പുറത്തേക്ക് വരും. പിന്നെ EDയുടെ റെയ്ഡ് എന്തിനു വേണ്ടി അവരുടെ അടുത്തേക്ക് വന്നു? അവരെന്തെങ്കിലും സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നതാണ്. ഇതുവരെ നിങ്ങൾ ഇത്ര വലിയ മീഡിയയിലുള്ളവരാണ്. ഈ ആരെങ്കിലും ഒരു പാവപ്പെട്ടവനോട് വീട്ടിലേക്ക് ED പോയിന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? തെറ്റ് ചെയ്തവരുടെ വീട്ടിലേക്കാണ് ED പോകുന്നത്. എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്തിനാ STയുടെ വീട്ടിലേക്ക് പോയത്? അതിലെന്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരൊക്കെ ഇതുപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ് അവരുടെ ബിസിനസ്.